ഗുണമേറും നിൻമഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആത്മസ്വരൂപരെ, ഗുരുദേവന്റെ ദർശനങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അഭിവൃദ്ധിയുടെ മാർഗങ്ങൾ. ഈ രാജ്യത്ത് ധാരാളമായി ഉണ്ടാകുന്ന കൊപ്ര, ചകിരി മുതലായവ അന്യദേശങ്ങളിൽ അയച്ച് അവിടെ അവർ രൂപാന്തരപ്പെടുത്തി തരുന്നതിന് വളരെ കൂടുതൽ വില കൊടുത്ത് നാം വാങ്ങിച്ചുപയോഗിക്കുന്നു. ഇപ്രകാരം ചെയ്യേണ്ടി വരുന്നത് അതുകളെ രൂപാന്തരപ്പെടുത്തേണ്ട മാതിരി നമുക്ക് അറിയുവാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഇതിന്റെ നിവാരണത്തിനു വേണ്ടി നമ്മുടെ കുട്ടികളെ വ്യവസായശാലകളിൽ അയച്ച് പഠിപ്പിക്കണം. പ്രിയരെ, ഗുരുവിന്റെ ദീർഘവീക്ഷണം എത്ര ആഴത്തിലുള്ളതാണ്. നാം നിസ്സാരമായി വലിച്ചെറിയുന്ന ചിരട്ടകൾ പോലും ഇന്ന് കയറ്റുമതി ചെയ്യുന്നു. പ്രിയരെ, 1912 ഗുരുദേവൻ പള്ളുരുത്തടുത്തുള്ള ചെറായിൽ വെച്ച് നടത്തിയ ഉപദേശമാണിത്. ജീവിതാഭിവൃദ്ധിക്കുള്ള മാർഗങ്ങൾ നമ്മുടെ നാട്ടിൽ പലതുണ്ടെങ്കിലും അവയെ ഒന്നും വേണ്ട നിലയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അസംതൃപ്തിയും വിദ്വേഷവും കൂടുതലായി മനുഷ്യരിൽ വളർന്നു വരുന്നു. ഇതെല്ലാം സമ്മർദ്ദങ്ങളുണ്ടാക്കുന്നവയാണ്. സമ്മർദ്ദങ്ങളേറുമ്പോൾ മനസ്സ് മൂടപ്പെടും, അധാർമികത ശക്തി പ്രാപിക്കും. അപ്പോൾ അക്രമവും കൊള്ളയും കൊലയുമൊക്കെ വ്യാപകമാവും. ഇതൊന്നും നല്ലൊരു സമൂഹത്തിന്റെയോ ജീവിതത്തിന്റെയോ ലക്ഷണമല്ല. നാട്ടിലായാലും കാട്ടിലായാലും മരുഭൂമിയിലായാലും മരങ്ങൾ അന്വേഷിച്ച് ജനങ്ങളെത്തുകയില്ല. പക്ഷേ എവിടെയായാലും ജലത്തെ അന്വേഷിച്ച് മരങ്ങളെത്തും. അവയുടെ വേരുകൾ വലിച്ചെടുക്കുന്ന ജലാംശം കൊണ്ട് അവ വളരുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഇതുപ്രകാരം അഭിവൃദ്ധി മാർഗങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തണം. പരമ്പരാഗതമായി ലഭിക്കുന്ന നിരവധി വിളകൾ മറുനാട്ടിൽ പോയി പുതിയ രൂപത്തിലും നിറത്തിലും പേരിലും സൂപ്പർ മാർക്കറ്റുകളിലെത്തുമ്പോൾ നമ്മൾ അവ വലിയ വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്നു. എന്നാൽ ഈ വിളകളെ നമ്മുടെ നാട്ടിൽ തന്നെ സംസ്കരിച്ച് രൂപാന്തരപ്പെടുത്തിയും എടുത്താൽ ഗുണവുമായി ഫലവുമായി തൊഴിലുമായി. മരത്തിന്റെ വേരിനെപ്പോലെ നമ്മുടെ ചിന്തയും ബുദ്ധിയും ഇതിലേക്കെല്ലാം ഇറങ്ങിച്ചെല്ലണം. കുട്ടികളെ പരിശീലിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും ഇക്കാര്യങ്ങൾക്കായി യത്നിക്കണം. അപ്പോൾ സമ്മർദ്ദങ്ങൾ ദുർബലപ്പെടും, അഭിവൃദ്ധിയുടെ മാർഗങ്ങൾ തെളിയും. സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാട്.